2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കേരളത്തിൽ 3 മുന്നണികളും ഒരുക്കം തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. അത് അങ്ങനെ പറയേണ്ടി വരുന്നത് ഒരു മുന്നണി അതിൻ്റേതായ രീതിയിലുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ LDFും NDA മുന്നണി, അതായത് BJP നയിക്കുന്ന മുന്നണിയും അതിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. BJP കാര്യങ്ങളിപ്പോൾ പുതിയ രീതിയിലാണ്. പുതുതലമുറയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്തം നൽകിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ആർജിച്ചുകൊണ്ടാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ സാധാരണ ജനങ്ങളുമായിട്ട് കൂടുതൽ സംവദിക്കാനായിട്ട് സാധിക്കും. LDFിൻ്റെ പ്രവർത്തന രീതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് നയിക്കുന്നത് CPM ആണ്. CPM ഒരു കേഡർ പാർട്ടിയാണ്. CPM അതിൻ്റെ പതിവ് ശൈലിയുണ്ട്. ആ പതിവ് ശൈലി ഉപയോഗിച്ചും അല്പം കൂടെ ആക്കം കൂട്ടാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതായത് 2026 3ാം തവണയും അധികാരത്തിൽ വരണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്. പട നയിക്കുന്നത് ക്യാപ്റ്റൻ തന്നെയാണ്, അതായത് കാരണഭൂതൻ തന്നെയാണ്. പ്രായപരിധിയിൽ ഇളവ് കൊടുത്തുകൊണ്ട് ക്യാപ്റ്റനെ ഇറക്കിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ മറ്റുള്ളവരൊക്കെ താഴെത്തട്ടിലുള്ളവരെല്ലാം തന്നെ പുതുതലമുറയ്ക്കാണ്, യുവരക്തം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് കഴിഞ്ഞ കുറേ കാലമായിട്ട് CPM അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പുതുതലമുറയെ കൂടുതലായിട്ട് രംഗപ്രവേശം ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിനിപ്പോൾ BJPയിലേക്കും അതാണ് കണ്ടുവരുന്നത്. പക്ഷേ ഈ NDA മുന്നണിയും LDFും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഈ UDF എന്ന് പറയുന്ന കോൺഗ്രസ് നയിക്കുന്ന പാർട്ടി നേരെ തിരിച്ചാണ്. അവർ കോൺഗ്രസ് മാത്രം ഇതിനകത്ത് കാര്യങ്ങൾ നയിക്കാൻ വേണ്ടിയിട്ട് കടൽക്കിഴവന്മാരെ ഇറക്കുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസ്സിലെന്ന് പറഞ്ഞാൽ ഈ അധികാരത്തിന് വേണ്ടി ദാഹിച്ച് നിൽക്കുന്നവരാണ് മുഴുവൻ പേരും. എല്ലാ പാർട്ടികളിലുമുണ്ട്, കോൺഗ്രസ്സിലുള്ളവർക്ക് അത് കൂടുതലാണെന്ന് മാത്രം. അവിടെ ഒരിക്കലും ഒരു റിട്ടയർമെൻറ്റോ ഒരു പ്രായപരിധിയോ ഒന്നും തന്നെ കൽപ്പിച്ചിട്ടില്ല. ആരെ എപ്പോൾ വിളിച്ചാലും മരിച്ചുപോയ കോൺഗ്രസ് നേതാക്കന്മാർ ആർത്തി പൂണ്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ടെന്നാണ് പലരും പറയുന്നത്. അവരുടെ ആത്മാവ് പോലും ഈ ആർത്തി പൂണ്ട് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നുണ്ടെന്നാണ് പറയുന്നത്. കല്ലറയിൽ പോയി വിളിച്ചാലും ചിലപ്പോൾ ചാടി എഴുന്നേറ്റ് പോരും, അധികാരമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ സ്വഭാവം. അവരൊരിക്കലും ഒരു പുതുതലമുറയെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് നിർത്തുന്നില്ല. പുതുതലമുറയെ മുഴുവൻ പെട്ടിയെടുക്കാനായിട്ട് നിയോഗിച്ചിരിക്കുകയാണ്. കോൺഗ്രസ്സിൽ ഈ പെട്ടിയെടുപ്പുകാരാണ് പിന്നീട് ഇങ്ങനെ കയറി വരുന്നത്. നമുക്കറിയാം, അവരുടെ സംഘടനാ സംവിധാനം അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെ നിയമിച്ചു കഴിഞ്ഞാലും അതിനെതിരായിട്ട് കുറേ വിഭാഗം അതിനകത്തുണ്ടാകും. ആ ആളിനെ ഏത് തരത്തിൽ അവിടെ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് ചവിട്ടിക്കൂട്ടി പുറത്താക്കാം എന്നുള്ളതാണ് അവരുടെ ആ ഗ്രൂപ്പുകളുടെ ആലോചന. ഇത്രയധികം ഗ്രൂപ്പുകൾ ഉള്ള ഒരു പാർട്ടി വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഇപ്പം മറ്റു ചില പാർട്ടികളിലാണെങ്കിൽ അങ്ങനെ ഗ്രൂപ്പ് വന്നതങ്ങ് പിളർന്ന് പോകത്തേ ഉള്ളൂ. ഇപ്പോൾ കേരള കോൺഗ്രസ് ആണെങ്കിൽ പിളരാൻ വേണ്ടി ജനിച്ചതാണ്, പിളരുകയും വളരുകയും ചെയ്യും. അത് KM മാണി തന്നെ പറഞ്ഞതുപോലെ വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അത് എവിടെ വരെ പോയാലും എങ്ങനെ വളർന്നു വന്നാലും അത് പിളർന്നിരിക്കുമെന്നുള്ളതും ഉറപ്പാണ്. പക്ഷെ കോൺഗ്രസ് പാർട്ടിയിൽ ഇത്തരത്തിൽ ഒരു നേതൃത്വത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരാളെ പറയുന്നില്ല. എല്ലാവരും വേഷം കെട്ടി നിൽക്കുകയാണ്. താഴെത്തട്ടിലെ ആരെയും തന്നെ ഇങ്ങോട്ട് ഇറക്കാനായിട്ട് സാധിക്കുന്നുമില്ല. ഇപ്പോൾ തന്നെ ഇവർ മുല്ലപ്പള്ളിയെ ഇറക്കാൻ ശ്രമിക്കുന്നു, VM സുധീരനെ, ശക്തൻ നാടാര്, അതുപോലെ വർക്കല കഹാറ്, വാഹിദ്, പാലോട് രവി, ഇവരെയൊക്കെയാണ് ഇറക്കാൻ ശ്രമിക്കുന്നത്.
നോക്കണം, CPM 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരുന്നു. മറ്റ് മന്ത്രിമാരെല്ലാം തന്നെ ഏത് പാർട്ടിയിലുള്ളവർ ആൽപ്പോഴും അവർക്ക് പുതിയ പുതിയ അവസരം നൽകുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒറ്റയാൾ പട്ടാളമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ അവർക്ക് മാത്രം കൊടുത്ത് പിന്നെ 2.5 വർഷം കൊടുത്ത് പിന്നെ അടുത്ത ആൾ വരുന്നു, ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. CPM തന്നെയാണെങ്കിൽ യുവരക്തമല്ലേ വന്നത്. ഇത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും ഇതങ്ങോട്ട് ആലോചിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് പലതരത്തിലുള്ള ദോഷവും ഉണ്ടാകും. ഇപ്പോൾ തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക നിൽക്കുന്നുണ്ട്. കാരണം BJP വളരെ സംഘടിതമായിട്ട് കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെ പിൻബലത്തോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിൽ UDFന് തകർച്ച സംഭവിക്കാനുള്ള സാധ്യത ഏറുകയാണ്. അതിലെ തകരാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും. കോൺഗ്രസ് തകരുന്ന അവസരത്തിൽ കോൺഗ്രസ്സിലുള്ള പല പ്രധാനപ്പെട്ട വ്യക്തികളും എങ്ങോട്ടേക്ക് പോകുമെന്ന് ചോദിച്ചാൽ അത് BJPയിലേക്ക് പോകാനുള്ള സാധ്യത ഏറുകയാണ്. നാളുകൾക്ക് മുമ്പ് തന്നെ സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോകളിലൊക്കെ തന്നെ പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല BJPയിലേക്ക് പോകും. കാരണം ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ആകണമെങ്കിൽ അതിപ്പോൾ ആകണം. 2026 ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ആകണം. ഇനി UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ ചെന്നിത്തല ആയില്ലെങ്കിൽ അതിൻ്റെ ദോഷം പാർട്ടിക്കുണ്ടാകും. ചെന്നിത്തലയ്ക്ക് പിന്നിനി ഒരു 5 വർഷം കൂടെ കാത്തിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് വയസ്സ് 70 കഴിയും. അപ്പോൾ പിന്നെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള ആ ഒരു സ്വപ്നം അവിടെ പൊലിയുകയായിരിക്കും ചെയ്യുന്നത്. അദ്ദേഹത്തിന് വേറെ വഴി നോക്കേണ്ടി വരും. ഇത് കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാ നേതാക്കൾക്കും ഇത് തന്നെ നേരിടാൻ പോവുകയാണ്. പലരും BJPയിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അത് മാറ്റവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി ഇല്ലാതാകും. പിന്നെ ഘടകകക്ഷികൾ ധാരാളമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് വളരെ പ്രധാനമാണ്. ഇപ്പം ജോസഫ് ഗ്രൂപ്പുണ്ട് കേരള കോൺഗ്രസ്സിൽ, ജേക്കബ് വിഭാഗമുണ്ട്, RSP ഉണ്ട്, ഫോർവേഡ് ബ്ലോക്കുണ്ട്, പിന്നെ CMB ഉണ്ട്. ഇനിയിപ്പം നമ്മുടെ PV അൻവറിൻ്റെ പാർട്ടി കൂടെ വരും. അൻവറിനോട് പറഞ്ഞിരിക്കുന്നത് RMB പോലെ സ്വതന്ത്രമായിട്ട് അങ്ങനെ നിൽക്കണമെന്നാണ്. അപ്പോൾ RMB ഉണ്ട്, UDFൻ്റെ ഭാഗമാണ്. KK രമ. ഒറ്റയാൾ പട്ടാളമായിട്ട് കുറേ പേരുണ്ടാവും. KK രമ, PV അൻവർ, പിന്നെ അങ്ങനെ പോവുകയാണ്. CMBയിൽ നിന്ന് CP ജോണ്. അപ്പോൾ ഇവരൊക്കെ ഉണ്ടാകും. UDFിലെ ഘടകകക്ഷികൾ വേറെ വഴി തേടുമെന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി അങ്ങ് തകർന്നു പോകുമ്പോൾ. ലീഗ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായ കാര്യമാണ് 2026 അധികാരമില്ലെന്നുണ്ടെങ്കിൽ ലീഗിൻ്റെ പണി നോക്കും. അതവർ കണക്ക് കൂട്ടുന്നുണ്ട്. അവരാരെയും കൂട്ടാൻ നിൽക്കത്തില്ല. അവർ അപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടെ ചിലപ്പോൾ UDFിലുള്ളതിൻ്റെ അത്രയും ബാർഗെയിനിങ് പവർ ഉണ്ടാകത്തില്ല. അതില്ലെങ്കിലും അവരപ്പുറത്തേക്ക് പോകും. അധികാരം കിട്ടിയാൽ മതി. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് UDF ശിഥിലമാകാതിരിക്കാനാണ്. ഈ കടൽക്കിഴവന്മാരെ മാത്രം കൊണ്ടുവന്ന് നയിച്ചുകൊണ്ട് പോവുകയല്ല വേണ്ടത്. അല്ലാതെ പുതുതലമുറയിലേക്ക് കൂടി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി കോൺഗ്രസ് ശക്തിപ്പെടുകയാണ് വേണ്ടത്.